അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീൻ 58-ാമത്തെ ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗസ നബിയ്യും മിനൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം. അംബിയാക്കന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ യുദ്ധം ചെയ്തു. അള്ളാഹുവിൻ്റെ സലാത്തും സലാമും അവരുടെ മേൽ ഉണ്ടാകട്ടെ. ആ പ്രവാചകൻ്റെ പേര് യൂഷഉ എന്നാണ്. അതുപോലെ ആ പ്രവാചകൻ്റെ ചെയ്ത യുദ്ധം ബനു ഇസ്രായേലുകാരെയും കൂട്ടി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ വേണ്ടി വന്ന സംഭവമാണ് എന്ന് മറ്റു ഗ്രന്ഥങ്ങളിൽ കാണാം. ഫഖാല ലിഖൗമിഹി, ആ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു, ലാ യച്ബഉനി റജുലുൻ മലക ബുദ്അ ഇംറഅത്തിൻ. ഒരു വലിയ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ശരിക്കും കൃത്യമായി ആത്മാർത്ഥമായി യുദ്ധം ചെയ്യാൻ സാധിക്കുന്നവരെ മാത്രം കൊണ്ടുപോകാനാണ് ആ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, ലാ യച്ബഉനി, എന്നെ പിന്തുടരരുത്, റജുലുൻ, ഒരു പുരുഷൻ, മലക ബുദ്അ ഇംറഅത്തിൻ, ഒരു സ്ത്രീയുമായി വിവാഹ കരാറ് നടത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്തിട്ടുണ്ട്, മാരേജ് കോൺട്രാക്റ്റ് നടന്നിട്ടുണ്ട്, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള അഖ്ദ് കഴിഞ്ഞിട്ടുണ്ട്. വഹുവ യുരീദു അൻ യബ്നിയ ബിഹ, മാത്രമല്ല അദ്ദേഹം ആ ഭാര്യയുമായി വീട്ടിൽ കൂടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. വലമ്മായ യബ്നി ബിഹ, ഇതുവരെ എന്താക്കിയിട്ടില്ല, വീട്ടിൽ കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു, വിവാഹത്തിൻ്റെ കോൺട്രാക്റ്റ് നിക്കാഹ് കഴിഞ്ഞു, പക്ഷേ അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല ശാരീരികമായി. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു പുതിയാപ്പിള ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഫുള്ള് ഫോക്കസ് ലഭിച്ചു കൊള്ളണമെന്നില്ല. ഒരു നല്ല ആത്മാർത്ഥത യുദ്ധത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം പുരുഷന്മാർ എൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ട ആവശ്യമില്ല. വല അഹദുൻ, ഒരാളും വരണ്ട, ബനാ ബുയൂത്തൻ, അദ്ദേഹം വീടുണ്ടാക്കിയിട്ടുണ്ട്, ലം യർഫഉ സുഖൂഫഹ, അതിൻ്റെ മേൽക്കൂര എന്താക്കിയിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വീട് നിർമ്മിച്ച് കഴിയുന്നത് വരെ നമ്മൾ വീടിൽ ഫോക്കസ് ചെയ്യും. എന്നാണ് നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കുക, ആ ഒരു ഫോക്കസിലായിരിക്കും നമ്മൾ. പിന്നെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എല്ലാ വീടുകളും നോക്കും, ആ വീടിൻ്റെ ഡിസൈനും നോക്കും. ഏതെങ്കിലും വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയറും റൂമും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെയാണൊരു മനുഷ്യൻ ഒരു വിഷയത്തിൽ, ഒരു പ്രോജക്റ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ഇൻവോൾവ് ആവും, പ്രത്യേകിച്ചും വീട്, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള വീട് നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ പൂർത്തിയാക്കിയിട്ടില്ല. അത്തരക്കാരും എൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ട, അവർക്കും എന്ത് കിട്ടിയില്ല, ഫോക്കസ് കിട്ടുകയില്ല യുദ്ധത്തിൽ. വല അഹദുൻ ഇഷ്തറ ഗനമൻ, ഒരാളും എൻ്റെ കൂടെ വരണ്ട, അദ്ദേഹം ആട് വാങ്ങി, ഔ ഖലഫാത്തിൻ വഹുവ യൻതളിറു ഔലാദഹ, അപ്പോൾ ആട് വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ആ ആട് പ്രഗ്നൻ്റാണ്, ആ ആട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രസവിക്കും. അതും വലിയ ഒരു ആശങ്ക, അതല്ലെങ്കിൽ വലിയൊരു കൺസേൺ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോക്കസ് ഫുള്ള് ആടിലായിരിക്കും, അദ്ദേഹത്തിൻ്റെ ആ സ്വത്തിലായിരിക്കും, യുദ്ധത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ നാം സിദ്ഖ് അഥവാ സത്യസന്ധതയെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ എന്തിനാണ് നമ്മളിത് പറയുന്നത്, അതല്ലെങ്കിൽ ഈ അധ്യായവും സിദ്ഖുമായുള്ള ബന്ധം എന്താണ്? സത്യസന്ധമായി നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കതിൽ ഫുള്ള് ഫോക്കസ് വേണം. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ, ആ ജോലി എന്തിനാണോ നമ്മുടെ ബോസ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, എന്ത് ടാസ്ക്കാണോ അസൈൻ ചെയ്തിട്ടുള്ളത്,
അതിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള ജോബ് നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാസ്ക് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ ടാസ്കിലേക്ക് പോകുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് കിട്ടി ആ യുദ്ധം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സിദ്ഖ് അഥവാ ഉള്ളും പുറവും ബാഹ്യവും ആന്തരികവുമായ എല്ലാം ആ യുദ്ധത്തിൽ മാത്രം ഫോക്കസ് ആകുക. പക്ഷേ ഇങ്ങനെയുള്ള ചില എൻഗേജ്മെൻറ്റ് ഉള്ള ആളുകൾ, മറ്റുള്ള വിഷയങ്ങളുമായി കമ്മിറ്റ്മെൻറ്റുള്ള ആളുകൾക്ക് പൂർണ്ണമായും ഫോക്കസ് ലഭിക്കുകയില്ല. അപ്പോൾ പൂർണ്ണമായ സിദ്ഖ് അവിടെ വന്നുകൊള്ളണമെന്നില്ല. ഫഗസ, അങ്ങനെ ആ പ്രവാചകൻ യുദ്ധം ചെയ്തു. ഫദനാ മിനൽ ഖറിയത്തി, അടുത്ത നാടിലേക്ക് എത്തി. സ്വലാത്തൽ അസ്രി ഔ ഖരീബൻ മിൻ ദാലിക, അസ്ർ സമയത്താണ് എവിടെ എത്തിയത്? യുദ്ധത്തിലേക്ക് പോകാൻ, അതല്ലെങ്കിൽ യുദ്ധം നടത്താൻ വേണ്ടി പോകുന്ന നാട്ടിലേക്ക് എത്തിയത് അസ്ർ സമയത്താണ്. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച യുദ്ധം ചെയ്യാൻ പാടില്ല ജൂതന്മാർക്ക്. വെള്ളിയാഴ്ച യുദ്ധം ചെയ്തിട്ട് യുദ്ധം കംപ്ലീറ്റ് ആക്കണം ശനിയാഴ്ചക്ക് മുമ്പായിട്ട്. ശനി എന്നുള്ളത് വെള്ളി ദിവസം, വെള്ളിയാഴ്ച അസ്തമിക്കലോടെ ശനിയാഴ്ചയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ യുദ്ധം സ്റ്റോപ്പ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ പ്രവാചകൻ എന്ത് വേണം? വെള്ളിയാഴ്ചയുടെ പകല് കുറച്ചുകൂടി നീട്ടി കിട്ടണം. ഫഖാല ലിശംസി, അപ്പോൾ സൂര്യനോട് യൂഷ പറഞ്ഞു, ഇന്നക്കി മഅ്മൂറത്തുൻ വഅന മഅ്മൂറുൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് നീ നീങ്ങുന്നത്, ചലിക്കുന്നത്. ഇന്നക്കി മഅ്മൂറത്തുൻ വഅന മഅ്മൂറുൻ, ഞാനും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹുമ്മ ഹബ്ബസ്ഹാ അലൈനാ, പടച്ചവനെ തൽക്കാലത്തേക്ക് ആ സൂര്യൻ്റെ ചലനത്തിനെ നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഫഹുബിസത്ത്, അങ്ങനെ ആ സൂര്യൻ്റെ ചലനം സ്റ്റോപ്പായി. ഹത്ത ഫതഹ അല്ലാഹു അലൈഹി, അങ്ങനെ അല്ലാഹു തആല അദ്ദേഹത്തിന് ഫത്ഹ്, വിജയം നൽകി. അപ്പോൾ സൂര്യൻ്റെ ചലനം സ്റ്റോപ്പാവുക എന്നുള്ളത് ഒരു പക്ഷേ അതൊരു ആലങ്കാരിക പദമാണ്. ആര് ചലിക്കുന്നു, എവിടെ ഭൂമിയാണോ സൂര്യനാണോ ചലിക്കുന്നത്, ആ ചർച്ചയ്ക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പകൽ സമയം നീണ്ടു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. അങ്ങനെ പകൽ സമയത്ത് തന്നെ യുദ്ധം കഴിയുകയും ചെയ്തു, രാത്രിയായിട്ടുള്ള അർത്ഥം. ഫജമഅൽ ഗനായിമ, അങ്ങനെ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്ത്, യുദ്ധത്തിൽ വിജയിച്ചവർക്ക് ലഭിക്കുന്ന സ്വത്തിനാണ് ഗനീമത്ത് എന്ന് പറയുക. ഫജമഅൽ ഗനായിമ, ഗനീമത്തുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ഈ മുൻകാല പ്രവാചകന്മാർക്ക് ഗനീമത്ത് അനുവദനീയമല്ല. വലിയ യുദ്ധം നടന്നു, യുദ്ധത്തിൽ മില്യൺ കണക്കിന് സ്വത്ത് കിട്ടി ശത്രുക്കളുടെ ഭാഗത്തു നിന്ന്. ആ സ്വത്ത് ഒന്നും സ്വന്തത്തിന് ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് എന്താ സംഭവിക്കുക? അത് ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടി ആകാശത്തു നിന്നൊരു തീ വന്ന് ആ സ്വത്തുകളെ മൊത്തം തിന്നുകളയും. തീ തിന്നുകളയുക എന്ന് പറഞ്ഞാൽ അത് തീയിൽ കരിഞ്ഞു പോകും, പിന്നെ സ്വത്ത് കാണൂല. അങ്ങനെ ആ തീ വന്ന് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഗനീമത്ത് സ്വത്ത് മുഴുവനും അല്ലാഹു തആല സ്വീകരിച്ചു, യുദ്ധം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗനീമത്ത് സ്വത്തുക്കളൊക്കെ യൂഷ അലൈഹിസ്സലാം ഒരുമിച്ച് കൂട്ടി. ഫജാഅത്ത്, അങ്ങനെ യാനി അന്നാർ, തീ വന്നു. ലിതഅകുലഹ, ആകാശത്തിന് തീ വന്നു, പക്ഷേ എന്തിന്? ആ സ്വത്തിന് തിന്നാൻ വേണ്ടി. ഫലം തത്അംഹ, ആ സ്വത്തിനെ തിന്നില്ല. തീ വന്നു, ആ സ്വത്തിന് തിന്നില്ല. ഫഖാല, അപ്പോൾ പ്രവാചകന് മനസ്സിലായി എന്തോ പന്തിക്കേടുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന്, അതുകൊണ്ടാണ് അല്ലാഹു തആല സ്വീകരിക്കാത്തത്. ഇന്ന ഫീക്കും ഉലൂല, നിങ്ങളിൽ ചില വഞ്ചനയുണ്ട്. നിങ്ങളിൽ, തൻ്റെ അനുയായികളോട് പറഞ്ഞതാണ്, നിങ്ങളിൽ ചില വഞ്ചനയുണ്ട്. ആ വഞ്ചന ചെയ്തത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫൽയുബായിഅനി, എന്നോട് ബയ്യത്ത് ചെയ്യണം. മിൻ കുല്ലി ഖബീലത്തിൻ, എല്ലാ കുടുംബത്തിൽ നിന്നും റജുലുൻ, ഒരാൾ.
എല്ലാ ഗോത്രത്തിൽ നിന്നും ഒരാൾ എന്നോടിപ്പോൾ ബൈഅത്ത് എന്ന് പറഞ്ഞാൽ കൈ പിടിക്കുക, പ്ലെഡ്ജ് ചെയ്യുക. എന്നോട് നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. എന്തായിരുന്നു? ആരെങ്കിലും കളവ് പറഞ്ഞ അതല്ലെങ്കിൽ വഞ്ചന ചെയ്ത ഗോത്രം, ആ ഗോത്രത്തിൻ്റെ ആളെ പിടിക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ഫലസിഖത്ത് യദു റജുലിൻ ബിയദിഹി. അങ്ങനെ ഇരിക്കുമ്പോൾ ഫലസിഖത്ത് ഒട്ടിപ്പോയി, യദു റജുലിൻ ഒരാളുടെ കൈ, ബിയദിഹി പ്രവാചകൻ്റെ കൈയോട് ഒട്ടി. ഫഖാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫീക്കുമുൽ ഉലൂലു നിങ്ങളിൽ വഞ്ചനയുണ്ട്. അതായത് നിന്റെ അനുയായികൾ, വ്യത്യസ്തമായ ഗോത്രങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ ഗോത്രത്തിൻ്റെയും പ്രതിനിധിയാണ് പ്രവാചകൻ്റെ കൈ പിടിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിനിധിയുടെ കൈ പ്രവാചകൻ്റെ കൈയുമായി ഒട്ടിപ്പിടിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ അനുയായികൾ, നിങ്ങളുടെ ഗോത്രത്തിലുള്ളവർ ആണ് വഞ്ചന ചെയ്തത്, അതുകൊണ്ടാണ് കൈ ഇവിടെ ഒട്ടിയത്. ഫൽയുബായിനി ഖബീലത്തുക. ഇതിനടുത്ത് സ്റ്റെപ്പ് എന്താണ്? നിന്റെ ഗോത്രത്തിലുള്ള ഓരോരുത്തരും എന്നെ വന്ന് ബൈഅത്ത് ചെയ്യണം. ഫലസിഖത്തു യദു റജുലൈനി. അങ്ങനെ രണ്ടാളുകളുടെ കൈ ഒട്ടി. ഔ സലാസത്തിന് അല്ലെങ്കിൽ മൂന്നാളുകളുടെ കൈ ഈ പ്രവാചകൻ്റെ കൈയോട് ഒട്ടി. ബിയദിഹി ഫഖാല ഫീക്കുമുൽ ഉലൂലു. അപ്പം അങ്ങനെയാണ് അവിടെ ആരാണ് വഞ്ചന നടത്തിയത് എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു വഴിയായിരുന്നു. നിങ്ങളടുത്താണ് ഉലൂല്, വഞ്ചന എന്ന് പറഞ്ഞു. ഫജാഉ അങ്ങനെ അവർ വന്നു. ബിറസിൻ ഒരു തല, മിസ്ലി റഅസി ബഖറത്തിൻ മിനൽ ദഹബി, മിസ്ലി റഅസി ബഖറ ഒരു പശുവിൻ്റെ തല പോലെയുള്ള അത്രയും സാധനവുമായി വന്നു. മിനൽ ദഹബി സ്വർണം. അതായത് ഒരു പശുവിൻ്റെ തല എത്രമാത്രം വലിപ്പമുണ്ടോ അത്രയും വലിപ്പമുള്ള സ്വർണത്തിൻ്റെ ചരക്ക് അല്ലെങ്കിൽ കട്ടിയുമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ ലഭിച്ച ഗനീമത്ത് സ്വത്തായിരുന്നു ആ സ്വർണം. ആ സ്വർണം അത് പൊതുമുതലാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ തീ വന്ന് നശിപ്പിക്കേണ്ട സാധനമാണ്. പക്ഷേ ഇവിടെ പ്രവാചകൻ്റെ അനുയായികളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ സ്വന്തത്തിന് വെച്ചതായിരുന്നു ഈ സ്വർണം. അങ്ങനെ ആ സ്വർണം യൂസ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങൾ കട്ടെടുത്ത മുതൽ എന്ന് പറഞ്ഞു. ഫവളഅഹ ആ കൂമ്പാരത്തിൻ്റെ കൂടെ അതല്ലെങ്കിൽ ഗനീമത്തിൻ്റെ കൂടെ ഈ സ്വർണത്തെയും വെച്ചു. ഫജഅത്തിന്നാറു ഫഅകലഹ അപ്പോൾ തീ വന്ന് ആ സ്വർണത്തെ തിന്നുകയും അല്ല ആ മൊത്തം ഗനീമത്ത് സ്വത്തിനെ തിന്നുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഇപ്പം എന്തായി? 100% ആ ഗനീമത്ത് സ്വത്ത് സത്യമായ അതല്ലെങ്കിൽ എല്ലാ ഗനീമത്ത് സ്വത്തും അവിടെയുണ്ട്. ജനങ്ങളൊക്കെ വഞ്ചനയൊന്നും ഇല്ല. അപ്പം മുഴുവനും സിദ്ഖാണ് നമ്മുടെ ബാബ്. അപ്പോൾ ആ തീ എന്ത് ചെയ്തു? തിന്നു കളഞ്ഞു. ഫലം തഹില്ലിൽ ഗനായിമു ലിഅഹദിൻ ഖബ്ലന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മളിപ്പോൾ ഉഹദ്, ബദർ അങ്ങനെ തുടങ്ങിയ യുദ്ധങ്ങളിലൊക്കെ ഗനീമത്ത് സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്കാണ്. ഗനീമത്ത് സ്വത്ത് അനുവദനീയമല്ല ലിഅഹദിൻ ഖബ്ലന, ഞങ്ങൾക്ക് മുമ്പ് പോയ ഒരാൾക്കും അനുവദനീയമല്ല ആയിരുന്നില്ല അർത്ഥം. ഈ പ്രവാചകൻ്റെ കഥ അങ്ങനെയാണല്ലോ. ഇപ്പോൾ സുമ്മ അഹല്ലല്ലാഹു അൽ ഗനായിമ, പിന്നെ അള്ളാഹു തആല ഞങ്ങൾക്ക് ഗനീമത്ത് സ്വത്തിനെ അനുവദനീയമാക്കി. ലിമാർ ലഅഫന വഅജ്സന, ഞങ്ങൾക്ക് അശക്തിയുണ്ട്, ഞങ്ങൾക്ക് ശേഷി കുറഞ്ഞവരാണ് എന്ന് മനസ്സിലാക്കി. ഫഅഹല്ലഹലന, ഞങ്ങൾക്ക് അള്ളാഹു തആല അനുവദനീയമാക്കി. അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ധാരാളം പാഠങ്ങളുണ്ട്. നേരത്തെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്, അതല്ലെങ്കിൽ പിന്നെയും നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ ഒരു കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ കാരണമായി ആ കൂട്ടത്തിൽ തന്നെ അള്ളാഹു തആല ശിക്ഷ ഇറക്കാം. അതല്ലെങ്കിൽ ആ കൂട്ടത്തിൻ്റെ ബറക്കത്ത് അള്ളാഹു തആല ഉയർത്തിക്കളയാം. അതാണല്ലോ ഇവിടെ ഈ നബിയുടെ പ്രവാചകൻ്റെ അനുയായികൾ ധാരാളമുണ്ട്. 1-2 പേരാണ് കട്ടത്. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ സമൂഹത്തിൻ്റെ ആ പ്രവാചകൻ്റെ അനുയായികളുടെ മൊത്തം ഗനീമത്ത് സ്വത്ത് അല്ലാഹു തആല സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കണം? നല്ല സജ്ജനങ്ങളോടൊപ്പം വേണം. അതുപോലെ
കൂട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ആരെയും ചീറ്റിങ്, വഞ്ചന പാടില്ല. അതുപോലെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു തആല ചില അത്ഭുത സിദ്ധി, മുഅ്ജിസത്ത് നൽകാം. മുഅ്ജിസത്ത് കാരണമായിട്ടാണ് ഒരു സൂര്യൻ്റെ ചലനം പോലും അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഹദീസ് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.